ബൽറാമ, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇറാൻ ആക്രമണം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി ഇന്ത്യക്ക് ആശങ്കയുണ്ടാകും. ഇന്ത്യയുമായി ഒരുപാട് ഡിപ്ലോമാറ്റിക് ബന്ധങ്ങളുള്ള രാജ്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇന്ത്യൻ ഡയസ്പോറ വലിയ സംഖ്യയായിട്ടുള്ള ഒരു രാജ്യങ്ങൾ കൂടിയാണ്. ഇന്ത്യ ഈ ഘട്ടത്തിൽ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നത്? സമാധാനം പുലരണം എന്ന് ആഗ്രഹിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഒരു ബാക്ക് ചാനൽ വഴി പീസ് നെഗോഷിയേഷനിലേക്ക് ശ്രമിക്കാൻ സാധ്യതയുണ്ടോ? സുഹൈൽ, ഇത്തരത്തിൽ ഈ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ സംഘർഷമുണ്ടാകുമ്പോൾ അത് ഇന്ത്യക്ക് പല വിധത്തിലുള്ള ആശങ്കയ്ക്കാണ് വഴിവെക്കുന്നത്. ഏറ്റവും പ്രധാനം ഈ മേഖലയിലുള്ള ഇന്ത്യക്കാരെ സംബന്ധിച്ച് തന്നെയാണ്. ഇന്ത്യക്കാർ, വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യക്കാർ ഉള്ള ഏറ്റവും കൂടുതലുള്ള ഒരു മേഖല കൂടിയാണ് ഈ രാജ്യങ്ങൾ. ഇവിടെയുള്ള ഇന്ത്യക്കാരുടെ സുരക്ഷ, ഇതുമായി ബന്ധപ്പെട്ട് അവരെ സുരക്ഷിതരാക്കാൻ എന്തെല്ലാം വഴികൾ എന്നുള്ളത് സംബന്ധിച്ചുള്ള ചർച്ചകൾ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള മന്ത്രിസഭാ സമിതി ചർച്ച ചെയ്തിരുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഒഴിപ്പിക്കൽ നടപടികൾ അതിലേക്ക് കടക്കാനാകില്ല എന്ന വിലയിരുത്തൽ തന്നെയാണ് ഉള്ളത്. എന്നാൽ അവരുടെ സുരക്ഷ അതത് നിലവിലുള്ള രാജ്യങ്ങളിൽ ഉറപ്പാക്കാൻ എംബസികളുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കാനുള്ള നിർദ്ദേശമാണ് പ്രധാനമന്ത്രി വിദേശകാര്യമന്ത്രിക്ക് നൽകിയിരിക്കുന്നത്. അതിനായുള്ള നടപടികൾ, ആശയവിനിമയങ്ങൾ എന്നിവ ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അവർക്ക് സഹായം എത്തിക്കുന്നതിനായുള്ള നിർദ്ദേശം എംബസികൾക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഒഴിപ്പിക്കൽ ആവശ്യമായി വരികയാണെങ്കിൽ അതിനനുകൂലമായ ഒരു സാഹചര്യം ഒരുങ്ങുമ്പോൾ ഏത് തരത്തിൽ ഈ പദ്ധതി നടപ്പാക്കണം എന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു തയ്യാറെടുപ്പുകളും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിനായി നാവികസേനയ്ക്കും വ്യോമസേനയ്ക്കും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയിരിക്കുന്നു. ഇതോടൊപ്പം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം മികച്ച സൗഹൃദ ബന്ധമുള്ള രാജ്യങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. ഇന്ത്യയുടെ കയറ്റുമതി, വാണിജ്യ വ്യാപാര ബന്ധങ്ങൾ അവയും പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഒപ്പം തന്നെയാണ് ഇന്ധന വില അടക്കമുള്ള വിഷയങ്ങളും വലിയ തോതിലുള്ള ആശങ്കയ്ക്ക് വഴിവെക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങൾ സൂക്ഷ്മമായി തന്നെ അവലോകനം ചെയ്യുകയാണ്. സമാധാന ശ്രമങ്ങൾക്ക് നിലവിലിപ്പോൾ അനുകൂലമായ ഒരു സമയമല്ല എന്ന വിലയിരുത്തലാണ് കഴിഞ്ഞ ദിവസത്തെ യോഗത്തിൽ ഉണ്ടായത് എങ്കിൽ പോലും അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ഏത് തരത്തിൽ ഇത്തരത്തിൽ നയതന്ത്ര ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാം എന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ തയ്യാറെടുപ്പുകൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇറാൻ ചർച്ചയ്ക്ക് അനുയോജ്യമായ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ ചർച്ചയ്ക്ക് ആവശ്യമെങ്കിൽ മുൻകൈയെടുക്കാൻ തയ്യാറാണ് എന്ന ഒരു വിലയിരുത്തൽ തന്നെയാണ് ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം വാണിജ്യപരമായുള്ള വിഷയങ്ങൾ, നിലവിലുള്ള പ്രതിസന്ധി, അതിനെ മറികടക്കാൻ കഴിയുന്ന എന്തെല്ലാം മാർഗങ്ങൾ എന്നിവ ചർച്ച ചെയ്യുന്നതിനായി വാണിജ്യ വ്യവസായ മന്ത്രാലയം, വിദേശകാര്യ മന്ത്രാലയം, ഒപ്പം തന്നെ ഈ കയറ്റുമതിക്കാർ എന്നിവർ ചേർന്ന ഒരു സംയുക്ത യോഗം വിളിക്കാനുള്ള നിർദ്ദേശവും കേന്ദ്ര സർക്കാർ ഈ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.